എന്തെങ്കിലുമൊക്കെ ആയി തീരും സാറ് ഇവിടെ. കപില മഹർഷിയുടെ ഞങ്ങളുടെ നാട്ടിലൊരു ഗുഹയുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു ഗുഹയുണ്ട്. ഒരു വെണ്ണിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം എന്നൊരു അമ്പലമുണ്ട്. ശ്രീരാമനും അവര് വനവാസകാലത്ത് താമസിച്ചാണെന്ന് അതിന്റെ ഐതിഹ്യം. അപ്പൊ അവിടെ ഒരു ഗുഹയുണ്ട്. അവിടെ പണ്ട് കപില മഹർഷി തപസ് ചെയ്ത ഗുഹയെന്നാണ് അതിന് വിശ്വാസം. അത് ഇതിന്റെ ഇത്ര ഒന്നുമില്ല. അതിന് മുകളിലേക്ക് പോയിട്ടില്ല കേട്ടോ. അതിന്റെ ഫ്രണ്ട് കുറച്ച് ഓപ്പൺ ഉണ്ട്. അകത്തേക്ക് പോകാൻ നമുക്ക് പേടിയാണ്. കാരണം ഇതുപോലെ തന്നെയാ. ഒരുപക്ഷെ അന്നാരെങ്കിലും അവിടെ തുരങ്കം ഉണ്ടാക്കിയതാണോ? വെള്ളമില്ല. പക്ഷെ പുറകിലോട്ട് കുറെ ദൂരങ്ങൾ ഉണ്ട്. അങ്ങോട്ട് കണ്ടില്ലേ? അങ്ങോട്ട് ഒരുപാട് ദൂരമുണ്ട്. അത് കുനിഞ്ഞു പോണം. അത് വേണ്ട നമുക്ക്. അതിലൊക്കെ റിസ്ക് എടുക്കണ്ട. അതിനൊന്നും കൂടി ഇതിനകത്ത് കാണിക്കാനുണ്ട് നിങ്ങൾക്ക്. എന്തായാലും ഇത്രയും സാഹസം ചെയ്ത സാറിന് നമ്മൾ അതും കൂടി കാണിക്കും. സാറപ്പോ സാറെങ്ങനെ ഈ തുരങ്കത്തിനെ കുറിച്ച് അറിഞ്ഞത്? ഞാൻ തുരങ്കത്തിനെ കുറിച്ച് അറിഞ്ഞത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാനിങ്ങനെ എനിക്ക് വായിക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെ ഒരിക്കലും ഒരു പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചാണ് ഇങ്ങനെ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ തുരങ്കം ഉണ്ടാക്കുന്ന ഒരാളുണ്ടെന്നും അദ്ദേഹം നിർമ്മിച്ച തുരങ്കങ്ങളെ പറ്റി ഞാൻ പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അതിന്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ ഒരു 6 മാസം മുമ്പ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയത്. അപ്പൊ ഞാൻ ആദ്യം മനസ്സിൽ തീരുമാനിച്ചത് ഇത് സുരംഗം കാണണമെന്ന് തീരുമാനിച്ചു. പക്ഷെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സങ്കല്പവും യഥാർത്ഥത്തിൽ കണ്ട സുരംഗം തമ്മിൽ വളരെ വ്യത്യാസമാണ്. ഞാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് നടന്നു പോകാവുന്ന ഒരു ഗുഹ പോലത്തെ ഒരു കാര്യമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഇത് ശരിക്കും ഇത് ഉണ്ടാക്കിയ ആളെ നമ്മൾ നമിച്ചേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് വെള്ളം ഉണ്ടെന്നും ഇത്രയും വലിയൊരു കുന്നിന്റെ ഒരു ഭാഗത്തു നിന്ന് തുരന്ന് കിലോമീറ്ററുകൾ ദൂരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഷ്ടിച്ച ഒരാൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ ഉള്ള ഒരു ചെറിയൊരു പാത കയ്യിൽ വെറും ആയുധങ്ങൾ കയ്യിൽ ഉപയോഗിക്കുന്ന ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് കുത്തി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വെള്ളം കണ്ടെത്തി ആ വെള്ളം മനുഷ്യന്റെ കുടിവെള്ളത്തിനും അത് തുടർച്ചയായ വെള്ളം 12 മാസം അതാണ്. മഴക്കാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സീസണിൽ മാത്രമല്ല 12 മാസവും തുടർച്ചയായിട്ട് വെള്ളം കിട്ടുന്നത്. ഇത് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇതുപോലെ ഇടതടവില്ലാതെ വെള്ളം കിട്ടാൻ അതിന്റെ എഞ്ചിനീയറിംഗ് ഭയങ്കരമാണ്. ശരിക്കും യാതൊരു സാങ്കേതിക വിദ്യാഭ്യാസവും കിട്ടാത്ത ഒരാള് ഇങ്ങനെ ഒരു ഇത് കണ്ടെത്തി സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് എത്ര 1500 അല്ലെ 1500-ലധികം തുരങ്കങ്ങൾ ഉണ്ടാക്കുന്ന ആളെ നമ്മള് പറയാൻ വാക്കുകളില്ല, സമ്മതിച്ചേ പറ്റുള്ളൂ. അതുപോലെ ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ എന്ന് പറഞ്ഞാലും യാതൊരു എഞ്ചിനീയറിംഗും പഠിക്കാതെ ഒരാള് ഇപ്പോഴത്തെ കാലത്ത് ടണലുകൾ എന്നൊക്കെ പറഞ്ഞാൽ എഞ്ചിനീയർമാർ ഒരുപാട് വർഷങ്ങളോളം ഇതിനെപ്പറ്റി റിസർച്ച് നടത്തി സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് ടണൽ ഡിസൈൻ ചെയ്യുന്നത്. ഒന്നുമില്ലാതെ ഒരാളിങ്ങനെ വെറും പച്ച മണ്ണിൽ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഇവിടെ വന്നിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഇത്രയും സാഹസികപ്പെട്ടിട്ട് ഇതിനകത്തേക്ക് കയറുന്ന സാറിന് എല്ലാവിധ മാഡം അങ്ങും മാറി നിന്നുകൊണ്ടാണ് കേട്ടാ. മാഡത്തിനും അഭിനന്ദനങ്ങളുണ്ട്. അപ്പൊ ഉറവകൾ തേടിയുള്ള യാത്രയുടെ എല്ലാവിധ ആശംസകളും. അത് ഇടിഞ്ഞു വീഴുന്നത്. ഇത് ഒരു 10-40 വർഷമായിട്ട് ഇങ്ങനെ ഉള്ളതാണ്. ഇനി ഇടുകയാണെങ്കിൽ നമ്മുടെ യോഗം എങ്ങനെയാണ് വിചാരിച്ചാൽ മതി. ഇത് എന്തായാലും സാറിന്റെ അഭിപ്രായത്തില് എല്ലാവരും വന്ന് കാണുന്നല്ലേ സാറിന് പറയുന്നത്? എന്തായാലും നമ്മളിപ്പോ സാധാരണ വെളിച്ചൊക്കെയുള്ള സാധാരണ തുരങ്കം കണ്ടിട്ട് കാര്യമില്ല. ഇതാണ് ഇതിന്റെ ഒറിജിനൽ സുരംഗ എന്ന് പറയുന്നത്. ഇതന്നെ കാണണം, എന്നാലേ അതിന്റെ ഫീല് കിട്ടുള്ളൂ. ഇതിനേക്കാളും വലുതൊക്കെ ഉണ്ട്, വലിയതൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. ഇതിനകത്തേക്ക് ഒരുപാട് ദൂരമുണ്ട്. ഇത് കണ്ടില്ലേ, കുറച്ച് കയറേണ്ടകത്ത് ചൂടായിരിക്കും. ഈ തുരങ്കത്തിനകത്ത് ഒരുപാട് ആൾക്കാർ കയറിയിട്ടുള്ളതാ. ഒരുപാട് ക്യാമറയിൽ ഫോട്ടോ വീണ്ടുമുണ്ട്. അങ്ങോട്ടൊരു വഴിയുണ്ട്. ഇതിലൂടെ ഒരുപാട് ദൂരം ഉണ്ടാവും. അതെ, ഇതാണോന്ന് അറിയില്ല. ഇതുണ്ട്. അത് ശരിക്കും അർത്ഥവത്തായി ഇത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ മതിയാകുന്നില്ല. വേറെ കാര്യം നമുക്ക് പരിചയക്കുറവ് കൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഒരു ധൈര്യക്കുറവുണ്ട്. അത് കുഞ്ഞു കുഞ്ഞു തുരങ്കങ്ങളാണല്ലോ, മുട്ടൊക്കെ കുത്തി പോകണം അതിനകത്തേക്ക് കഴിഞ്ഞു പോകേണ്ട അങ്ങനത്തെ സാധനമാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട്. ഇത് മുട്ടിലഴിഞ്ഞു പോകണം. അതൊക്കെ കുറച്ച് പ്രയാസമാണ്. അത് വേണ്ട. അല്ല, പേടിയല്ല. അങ്ങനെ കാണുന്ന വഴി തട്ടൂല. ലെവലാണ്. കുറച്ച് പുറത്താണ്. ഓട് വിചാരിച്ച് കുണിയേണ്ടി വരുന്നു. നടുവേദന ഇതാണ് വിളി. നല്ല വൃത്തിയുണ്ട്. ഇത് വൃത്തിയുണ്ട്.
ഇത് നല്ല വൃത്തിയുണ്ട്. വേണ്ട വേണ്ട. ഇത് ഉണ്ടാക്കിയിട്ട് എത്ര വർഷമായി അറിയോ? എത്ര വർഷമായി? ഒരുപാട് വർഷമായിട്ടുണ്ടാവും. ഒരു 50 വർഷമുള്ളതായിട്ടുണ്ടാവും. അത് വേണ്ട നമുക്ക്. അതിലൊക്കെ റിസ്ക് എടുക്കണ്ട. അതിനൊന്നും കൂടി ഇതിനകത്ത് കാണിക്കാനുണ്ട് നിങ്ങൾക്ക്. എന്തായാലും ഇത്രയും സാഹസം ചെയ്ത സാറിന് നമ്മൾ അതും കൂടി കാണിക്കും. കാലങ്ങളോളം നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു 1500 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല, കിണറിന്റെ അകത്തുനിന്നും ഇതുപോലെയുള്ള സ്ഥലത്തും ആ സാറിന്റെ തൊട്ട് പുറകിലൊക്കെ ഉള്ളത് ഒരു കുഞ്ഞു എനിക്ക് പൊക്കമില്ലാത്തതുകൊണ്ട് ഇപ്പം മനസ്സിലായോ? ഇല്ലായ്മയാണ് എന്റെ പൊക്കം. എന്നാലും തല്ലി ഇടിച്ചാ നിക്കുന്നത്. മതിയോന്ന് ആയിട്ടില്ലല്ലോ, തീരെ ആയിട്ടില്ല. എന്തായാലും അത് ഇടിഞ്ഞു വീഴുന്നത്. ഇത് ഒരു 40-40 വർഷമായിട്ട് ഇങ്ങനെ ഉള്ളതാണ്. ഇനി ഇടിയാണെങ്കിൽ നമ്മുടെ യോഗം എങ്ങനെയാണ് വിചാരിച്ചാൽ മതി. ഇത് എന്തായാലും സാറിന്റെ അഭിപ്രായത്തില് എല്ലാവരും വന്ന് കാണുന്നല്ലേ സാറ് പറയുന്നത്? എന്തായാലും നമ്മളിപ്പോ സാധാരണ വെളിച്ചൊക്കെയുള്ള സാധാരണ തുരങ്കം കണ്ടിട്ട് കാര്യമില്ല. ഇതാണ് ഇതിന്റെ ഒറിജിനൽ സുരങ്ക എന്ന് പറയുന്നത്. ഇതന്നെ കാണണം, എന്നാലേ അതിന്റെ ഫീല് കിട്ടുള്ളൂ. ഇതിനേക്കാളും വലുതൊക്കെ ഉണ്ട്, വലിയതൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. ഇതിനകത്തേക്ക് ഒരുപാട് ദൂരമുണ്ട്. ഇത് കണ്ടില്ലേ, കുറച്ച് ദൂരമുണ്ട്. കുറച്ച് കുറച്ച് പോയിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ടർണാണ്. ഇതിങ്ങനെ പോണതാ, ഇങ്ങനെ പോകാൻ പറ്റും. ഇങ്ങനെ തന്നെ പോകണം. നിങ്ങൾ പോയിട്ട് പോവാ, ഞങ്ങൾ പുറത്തെത്താം. രണ്ടാളും മൊയ്തിലുണ്ടല്ലോ അല്ലെ? ഓക്കെ. വീണ്ടുമുണ്ട്, അങ്ങോട്ടൊരു വഴിയുണ്ട്. ഇതിലൂടെ ഒരുപാട് ദൂരം ഉണ്ടാവും. അതെ, ഇതാണോന്ന് അറിയില്ല. ഇതുണ്ട്, പിന്നെ ഇത് ഇങ്ങോട്ടുണ്ട്. ഈ സൈഡിൽ അവിടെ ഒരു സർക്കിൾ ഉണ്ട്. അതിന്റെ അകത്തേക്ക് സാധനം ആണെങ്കിൽ പോവാം. സാർ ആദ്യത്തെ പോലെ സിമ്പിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. ഇത് കുറച്ച് കടുപ്പല്ലേ? തുടക്കം കണ്ടപ്പോ ഞാൻ കുറച്ച് കുഴപ്പമില്ല, ഈസി ആണല്ലോ. അകത്തേക്ക് പോകും തോറും എലുമുണ്ട് അതിനകത്തുനിന്ന് ഒരുപാട് ദൂരം. കുനിഞ്ഞിട്ടല്ലോ, മുട്ടുകുത്തി പോകണം. അപ്പൊ ഇത് ഉണ്ടാക്കിയ ഒരാളുടെ ഒരു അവസ്ഥ വെച്ചിട്ട് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് തുടങ്ങുന്നില്ലേ ഉള്ള പോയി നമ്മളിത് ഉണ്ടാക്കിയ ഒരു സാധനത്തിനകത്ത് നടക്കുന്നതും ആ സാധനം ഉണ്ടാക്കിയെടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലേ. തീർച്ചയായും ഇത് ഒരു മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലം. മനസ്സിന്റെ ധൈര്യവും പിന്നെ ചെയ്യുന്ന തൊഴിലിനോടുള്ള ഒരു അർപ്പണ ബോധം, അതാണ് അതിന്റെ. അല്ലെങ്കിൽ പകുതി വഴിക്കിട്ടിട്ട് ഈസി ആയിട്ട് നമ്മളൊക്കെ ആണെങ്കിൽ പണ്ടേ തുടക്കത്തിൽ തന്നെ മുഖത്തിന് നേരെ ലൈറ്റ്. ഓക്കെ സാർ മടുത്തോ? കുറച്ച് മടുത്തു. ഞാൻ ഇത്രയും വലിയൊരു സാഹസത്തിന് മുതിർന്ന നിങ്ങളെ ഭയങ്കര സമ്മതിക്കുന്നുണ്ട്. എനിക്കിത് സാഹസിക യാത്ര തന്നെ സാഹസികമാണ്. പക്ഷെ നമ്മുടെ ഫോണ് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഭീകരത ഒന്നുകൂടി എടുക്കുമായിരുന്നു. എന്നാലും സാറിനെ ഞാൻ സമ്മതിച്ചേട്ടാ. അല്ല, സാറാണല്ലോ നിങ്ങൾ വഴികാട്ടി. മാത്രം സമ്മതിച്ചാ പോരാ, ഒറ്റക്കൊന്നേന് പക്ഷെ ഓക്സിജൻ ഒട്ടും കുറവായിട്ട് തോന്നില്ല. സാർ അതിന് പറയുന്നതിനകത്തുനിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു തുരങ്ക സഞ്ചാരം? നല്ല സൂപ്പറാണ്. വളരെ അമേസിംഗ് എന്ന് പറയാം. നമുക്ക് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഒരു എഞ്ചിനീയറിംഗും ഇതിന്റെ കണ്ടുപിടുത്തം. കാസർഗോഡേക്ക് വന്നപ്പോ തന്നെ ഇതായിരുന്നു ഡ്യൂട്ടിക്ക് കയറി. കാസർഗോഡേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോ ആദ്യം എന്റെ മനസ്സിൽ വന്ന ചിന്ത സുരംഗം കാണുക എന്നുള്ളതാണ്. കാരണം വേറെ ലോകത്തെങ്ങും ഇല്ലാത്ത ഇവിടെ മാത്രമുള്ളല്ലേ, വേറെ അടുത്ത് പോയാൽ കാണാൻ പറ്റില്ലല്ലോ. അത് ശരിക്കും അർത്ഥവത്തായി വന്നത് പ്രയോജനപ്പെട്ടു. ഇത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ മതിയാകുന്നില്ല. വേറെ കാര്യം, നമുക്ക് പരിചയക്കുറവ് കൊണ്ടും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഉള്ളൊരു ധൈര്യക്കുറവുണ്ട്. അത് കുഞ്ഞു കുഞ്ഞു തുരങ്കങ്ങളാണല്ലോ, മുട്ടൊക്കെ കുത്തി പോകണം അതിനകത്തേക്ക്. ഇപ്പോഴും എനിക്ക് അത്ഭുതം തോന്നുന്നു, ഇത് ഉണ്ടാക്കിയെടുത്താണ് ഒരാള്
ഇത്രയും ചെറിയ സ്പേസിൽ ഒരു മനുഷ്യൻ നിന്നിട്ട്, അതും പുറംലോകമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഇപ്പൊ നമുക്ക് ഇത്രയും പേര് ഇവിടെ ഒന്നിച്ച് വന്നിട്ട് തന്നെ ഒരു ധൈര്യക്കുറവ് ചില സമയത്ത് തോന്നാറുണ്ട്. പക്ഷെ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് കാലങ്ങളോളം നിന്നിട്ട് ഇതിങ്ങനെ പണിത് ഇങ്ങനെ ഒരു 1500 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. റിയലി. ഇനി ഇത് മാത്രമല്ല, കിണറിന്റെ അകത്തുനിന്നും ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. അകത്തുനിന്ന് ആ സാറിന്റെ തൊട്ട് പുറകിലൊക്കെ ഉള്ളത് ഒരു മുട്ടിലഴിഞ്ഞു പോകേണ്ട അങ്ങനത്തെ സാധനം. ഇതെങ്ങനെ ഇത് പണിതെടുത്തുള്ളതാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ട്, ഇത് മുട്ടിലഴിഞ്ഞു പോകണം. അതൊക്കെ കുറച്ച് പ്രയാസമാണ്, അത് വേണ്ട. ഇതിനകത്ത് ചൂടില്ലല്ലോ, നല്ല തണുപ്പല്ലേ ഇതിനകത്ത്? നല്ല തണുപ്പ്. നേരത്തെ നമ്മൾ കയറിയതിന്റെ അകത്ത് നല്ല ചൂടായിരുന്നു. ഇത് നല്ല തണുപ്പായിരുന്നു. ഈ തരംഗത്താണ് വർഷമായിട്ടുണ്ടോ? ഒരു 50 വർഷമല്ലായിട്ടുണ്ടോ? ഇവിടെ 2-3 ബ്രാഞ്ച് പിന്നെ കുനിയുണ്ട്, കുറച്ച് കഴിയുമ്പോ കുനിയുണ്ട്, കുറച്ച് ഉറപ്പുണ്ട്. അടി ചളിയൊന്നുമില്ല. എന്നിട്ടാണോ ആ കടയിലെ ഒരു വീൽ ചെയർ ഇടുന്ന ആള് അപ്പൊ തന്നെ ശ്രീകാന്തിനെ വിളിച്ചു. ശ്രീകാന്ത് എന്നെ വിളിച്ചു. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് എന്താ പറഞ്ഞ ഇതിലേക്ക് വെള്ളം വരുന്നുണ്ടല്ലേ? അല്ലാതെ ഞാൻ ചോദിച്ചത്, ഇപ്പൊ ഇത് ഇരുന്നൊക്കെ കുഴിക്കുമ്പോഴേ ഇത് എങ്ങനെ ഇത് ചെയ്ത് ഇനി മണ്ണ് പുറത്തേക്ക് കളയണ്ടേ? കളയണോ? അതെ, അതാണ് എല്ലാം കുറവ് വരുന്നുണ്ട്. ഇതൊക്കെ കുറവാണ്. ഈ സൈഡൊക്കെ ഇതൊക്കെ ഫുള്ള് കുറവാണ്. ഇവിടെ ഈശ്വര സന്നിധാനം, ഇവിടമാണ് ഈശ്വര സന്നിധാനം. ചെരുപ്പില്ലല്ലോ. ഒരു കാര്യം പഠിച്ചു, നീ ചവിട്ടിയെടുത്ത് വൈഫല്ലേ അവര് ജീവനം കൊണ്ടുപോയി പെട്ടല്ലോ. മര്യാദക്കാരിയായിരുന്നു. ഈ പൈപ്പ് വഴിയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ, ഇത് ഈ പൈപ്പ് വഴി പുറത്തേക്ക് പോകും. ഇവിടെ വെള്ളം കളക്ട് ആവും. ഇവിടെ വെള്ളം ഇതാവും. അപ്പൊ അല്ലെങ്കിൽ ഈ ചപ്പ് ചവറൊക്കെ പുറത്തുനിന്നുള്ള വീഴൂലേ? അപ്പൊ ഇതില് നമ്മള് മാറ്റിയിട്ട് എന്തുകൊണ്ടാ അവർക്ക് കുടിക്കേണ്ട വെള്ളം. അപ്പൊ ഈ കലക്ക് അതിലേക്ക് പോകൂലേ? അപ്പൊ ഇതിന് തെളിയുമ്പോ വീണ്ടും 1 മണിക്കൂർ കഴിയുമ്പോ ഇത് തെളിയും. അപ്പൊ ഇടും വേനലിലും ഇതാ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ്. ശബ്ദത്തോടു കൂടി ഒഴുകുന്നു. എല്ലാം നാടും നഗരവെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമസ്കാരം. സാറിന്റെ പേര്? എന്റെ പേര് അജിത്ത്. അജിത്ത്. ഇവിടെ നാട് കോട്ടയം. കോട്ടയത്താണ്. ഇവിടെ എന്താണ് കാസർഗോഡ് ജില്ലയില്? ഞാനിവിടെ ജോയിന്റ് ആർടിഒ ആണ്. ജോയിന്റ് ആർടിഒ ആണ്. അപ്പൊ നിങ്ങൾക്ക് മുമ്പേ ഉള്ള ആഗ്രഹമാണ് തുരങ്കം കാണുക? ഞാനിത് കുറെ കാലങ്ങൾക്ക് മുമ്പ്, എത്ര കാലം എനിക്ക് ഓർമ്മയില്ല, ഒരിക്കലും പേപ്പറിൽ ഒരു ആർട്ടിക്കിള് ഒരു സൺഡേ സപ്ലിമെന്റിൽ ഞാൻ വായിച്ചിരുന്നു. അപ്പൊ ഇത് സുരംഗം ഉണ്ടാക്കുന്ന ആളിനെ പറ്റി പേരൊക്കെ മറന്നുപോയി. പിന്നെ കാസർഗോഡ് അതന്നെ കാസർഗോഡ് ജില്ല മാത്രമുള്ളൊരു കാര്യമാണിത്. സുരംഗം അതിനെ പറ്റി കുറെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിച്ചിരുന്നു. അന്ന് മുതലേ ഇതിങ്ങനെ കാണണം എന്നൊരു മനസ്സിലിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്. അപ്പം അന്ന് മുതൽ ഞാൻ ഇങ്ങനെ അന്വേഷിക്കുകയാണ് ഇത് അങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ കണ്ടപ്പോ എന്തായിരുന്നു അനുഭവം? വളരെ സന്തോഷം. നമുക്ക് ഒരുപാട് കാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു കാണുമ്പോ ഒരു അത്ഭുതം തോന്നുന്നു. തീർച്ചയായിട്ടും ഇതൊന്നുമല്ല, ഇത് അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇനിയും ഇതിനേക്കാളും എത്രയോ ഇതിന്റെ 100 ഇരട്ടി ഉള്ളതൊക്കെ ഉണ്ട് ഇങ്ങനെ കടന്നു പോകണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ പേടിയുണ്ടാവില്ല. അപ്പൊ നമ്മൾ അത്രയും ദൂരം വന്നിട്ടുള്ള നമ്മളെ മനസ്സ് ഇതാക്കും, കുറച്ച് ദൂരേ ഉള്ളൂ പെട്ടെന്ന് പുറത്തേക്ക് ഓടിപ്പോവാന്ന്. പക്ഷെ ഇനി നിങ്ങളെ ഒരു 15 മിനിറ്റ് ഒക്കെ ഞാൻ ഇതിനകത്തൂടെ അങ്ങോട്ട് നടത്തിച്ച നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രയാസം വരും. കാരണം ഇതിനകത്തുനിന്ന് എങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട്. എന്നാലും ഇതിനകത്തേക്ക് ഇത്രയും ധൈര്യത്തോടെ വന്ന സാറിനെ ഞാൻ എന്തായാലും അഭിനന്ദിക്കുന്നു. എല്ലാവരും ഫാമിലി ഉണ്ട്. വൈഫിനെ ഞാൻ ഇത് കാണിക്കാം. ഒന്ന് അമ്മ എഴുതി മേടിച്ചാൽ മാഡത്തേക്ക് ചോദിക്കാം. മാഡത്തിന് എന്ത് തോന്നുന്നു ഇതിനകത്ത് കയറിയപ്പോ? സാറിന്റെ നിർബന്ധത്തിനാണ് വന്നത്.
തരംഗത്തെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ വന്ന് കണ്ടപ്പോ അത്ഭുതം തോന്നി. നമ്മൾ കാണാത്ത ഒരു സംഭവം. ഇതാണ് നമ്മുടെ ദാഹജലം, അതായത് വെള്ളം, ജീവന്റെ നിലനിൽപ്പ് ഇതിനകത്തുനിന്നാണ്. വെള്ളം വീഴുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. ഞാൻ ആ ഉറവ എലിപ്പത്ത് പോലെ ഉള്ളു. ഇത് മാർച്ചൊക്കെ ആയില്ലേ, അപ്പൊ മൊത്തം അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ വെള്ളം വീഴും. അല്ല, മഴക്കാലത്തല്ല, കഴിഞ്ഞ മാസം വരെ വീണിരുന്നു. ഇപ്പൊ ശരിയായ ഉറവ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും ഭൂമിയിൽ നിന്നുള്ള വെള്ളം വെള്ളം മാത്രം ശരിയാ. ഈ ചെറിയ ഉറവയൊക്കെ പറ്റി മാർച്ച് ലാസ്റ്റ്. കറുപ്പ് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. മഴക്കാലത്ത് കാണുന്നുണ്ടോ മേഡം? ഉണ്ടോ? അതിന്റെ സൈഡിൽ കൂടെ വെള്ളം ഒഴുകിയിരുന്നു. ലൈറ്റ് വേണം, ലൈറ്റ് പിടിച്ച. ലൈറ്റ് അങ്ങോട്ട് പിടിച്ചു. ഇതാണ് ശരിയായ ഉറവ. ഭൂമിയുടെ അകത്ത് കാണുന്നുണ്ടാ? അതില് സൗണ്ട് കേൾക്കാം ശരിക്കും. ഇവിടെ നിന്നാണ് ഇങ്ങനെ ഉറവ വരുന്നത്. ഇതാണ് നമ്മുടെ തുടക്കം ഇവിടെ നിന്നാണ്. ഇങ്ങനെ പിന്നെ ചാലായിട്ട് ഈ കല്ലിന്നൊക്കെ ഊർന്ന് ഇതിലൊക്കെ ലൈറ്റ് പിടിച്ച കാണാം. ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട. പറ്റില്ല. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു വെള്ളത്തിന്. യഥാർത്ഥ വെള്ളത്തിന്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇത് കുടിക്കണം. കുടിച്ചോ? നിങ്ങളാരെങ്കിലും കുടിച്ചോ? കൈയെല്ലാം മണ്ണായി. കഴിയാ മതി, വെള്ളത്തിലും കഴിയാമല്ലോ. വെള്ളത്തിന്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയണമെങ്കിൽ അത് കുടിച്ചാൽ മതി. അതാ മുകളിൽ അതിനകത്ത് കൈ കഴിയാമല്ലോ. ഓക്കെ അല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? സാറിന് ഒട്ടും പേടിയില്ല? എനിക്കങ്ങനെ ചെറിയ പേടിയൊന്നും ഇല്ല, വലിയ പേടിയുള്ളൂ. വലിയ പേടി ആകെ പേടിയുള്ള ആൾ അവിടെ നിൽക്കുന്ന പച്ച ചുരിദാറിട്ട, വേറെ ഒരു പേടിയില്ല. ഇത് പക്ഷെ കുറച്ചൊക്കെ സൈഡ് ഇടിഞ്ഞു വന്നിട്ടുണ്ട്. സാറെ ഇങ്ങോട്ട് പോവാ, എന്നെ അങ്ങോട്ട് പോകണ്ട. സാറിന്റെ ആഗ്രഹം എത്രയോ കാലത്തെ ആഗ്രഹത്തിലല്ലേ ഈ കൂട്ടിക്കടയിലും ഈ ആഗ്രഹം വിടാണ്ട് ഇങ്ങോട്ട് വന്നെ. പണ്ട് പേപ്പറിൽ വായിച്ചു തന്നോട്ട് കാണാൻ ആലോചിച്ചിട്ടുണ്ട്. സാർ ഒരു ചോദ്യം, സാറിന്റെ നാട്? എന്റെ നാട് കോട്ടയം. അത് കേട്ടാ സാറേ വാ. വന്നോളൂ. എന്തായി മെഴുകിരി കേട്ടോ? ഇല്ലല്ലോ, ധൈര്യമായിട്ട് പുറത്തേക്ക് വരൂ. മെഴുകുതിരിയുടെ ഇരണ്ട വെളിച്ചത്തിൽ എന്തായാലും ആ ഒരു വലിയൊരു പുനർജന്മം സിദ്ധിച്ചിരിക്കുകയാണ്. ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിച്ച ഒരു അനുഭവം. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്നത് രക്ഷപ്പെട്ട് അടിപൊളിയായിരുന്നല്ലേ സാറിന്റെ ആഗ്രഹം? തീർച്ചയായും.